സോ നെക്സ്റ്റ് പറയുന്നത് മെറിറ്റ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ഫസ്റ്റ് വരുന്ന മെറിറ്റ് എന്താണ്? എഫക്റ്റീവ് കൺട്രോൾ ആണ്. ഇവിടെ കറക്റ്റായിരിക്കും ഫുൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു റൈറ്റ് ഉണ്ട്. ആ ഒരു റൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാണ്ടാക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതേപോലെ അദ്ദേഹത്തിന് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് കണ്ടിന്യൂഡ് ബിസിനസ് എക്സിസ്റ്റൻസ്. എന്താണ് ഇവിടെ ഈ കർത്തയുടെ മരണത്തോടു കൂടി ബിസിനസ് അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അതിന് ശേഷം ആ ഒരു ഫാമിലിയിൽ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണോ അയാൾ ഇതിലുണ്ടായി മാറുന്നു, അവിടെ കർത്തയായി മാറുന്നു. അങ്ങനെ ബിസിനസ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താ? ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ആണ്. ഇവിടെ എല്ലാ മെമ്പേഴ്സിനും ലയബിലിറ്റി എന്ന് പറയുന്നത് കർത്ത ഒഴികെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും എന്തായിരിക്കും? ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കർത്തയുടെ ലയബിലിറ്റിയോ അൺലിമിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇൻക്രീസ്ഡ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. ഇവിടെ ഈ ബിസിനസ്സിൻ്റെ ഉയർച്ച എത്രത്തോളം ഉണ്ടായോ അത്രത്തോളം ആ ഫാമിലിക്കാണ് എന്തുണ്ടാകുന്നത്? റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഫാമിലിയുടെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, തമ്മിൽ കോപ്പറേഷൻ ഉണ്ടാവും, ലോയൽറ്റി ഉണ്ടാവും. ഇതൊക്കെയാണ് അടുത്ത ഒരു മെറിറ്റായിട്ട് പറയുന്നത്.